പിന്നെ ഇതിന് 6500 36 മുതൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ സ്റ്റിക്കറും കൂടി ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഒരു 24 റുപ്യ 13.5 വരുന്നുണ്ട്. അതാണെങ്കിൽ 35 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മളെ തിരൂര് ഗൾഫ് മാർക്കറ്റ് മൊബൈൽ മാർക്കറ്റിന്റെ കാരണം മാർക്കറ്റിന്റെ ഭാഗത്താണ് കേട്ടോ. കണ്ടത് ഇപ്പൊ തൊട്ട് നമ്മള് റെയിൽവേന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. റെയിൽവേന്റെ പാർക്കിന്റെ ഭാഗത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അപ്പൊ തിരൂര് മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് വന്നാൽ ഇലക്ട്രോണിക്സ് ആണെങ്കിലും മൊബൈൽ ഫോണിലാണെങ്കിലും മൊബൈൽ ആക്സസറീസ് ആണെങ്കിൽ അങ്ങനെ പല സാധനങ്ങളും വിലക്കുറവിൽ വാങ്ങാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മാർക്കറ്റാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾസെയിൽ പർച്ചേസ് ചെയ്യാവുന്ന ഷോപ്പുകളുണ്ട്. പലതരം ഹോൾസെയിൽ പർച്ചേസ് ചെയ്യാവുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. മൊബൈൽ ഷോപ്പുകളല്ലാതെ തന്നെ പലതരം ഐറ്റംസ് വന്ന് വാങ്ങാൻ കിട്ടും. അപ്പം ഇവിടെ നമുക്ക് ഓരോ ഷോപ്പുകളിലും പോയാൽ നമുക്ക് മൊബൈലിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പൊ സാധാരണ വെള്ളിയാഴ്ച മാർക്കറ്റിൽ ഉണ്ടാവില്ല കേട്ടോ. വെള്ളിയാഴ്ച മാർക്കറ്റ് അല്ല ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം മാർക്കറ്റ് എന്നാൽ ചെറിയ ചെറിയ കച്ചവടങ്ങൾ വയ്യിലും ഉണ്ട്. അതായത് ഷോപ്പൊക്കെ ഒന്ന് ഓപ്പൺ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ വെള്ളിയാഴ്ച മാർക്കറ്റിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ഷോപ്പ് ഒന്ന് ഓപ്പൺ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഈ ഷോപ്പിലേക്ക് ഒന്ന് കയറിയാണ്ട് ഈ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. പിന്നെ വയ്യിലുള്ള കച്ചവടക്കാരെ അങ്ങനത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ ഉദ്ദേശിച്ചിറങ്ങിയിട്ടാണ്. ഒരുപാട് നാളായി ഇപ്പൊ നമ്മൾ തിരൂര് മാർക്കറ്റിലേക്ക് വന്നിട്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ തിരൂര് കോയിനൂർ മാളിന്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ, കുഞ്ഞാവ മൊബൈൽസ് എന്നാണ്. അതിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് യൂസ്ഡ് മൊബൈൽസും കിട്ടും. അതായത് പുതിയ ബോക്സ് പീസ് സാധനം കിട്ടും കേട്ടോ. അപ്പൊ ഇതാട്ടോ ഒരുപാട് ഐറ്റംസ് നമ്മൾക്കൂടെ വെച്ചിട്ട് കാണാം. അപ്പൊ നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇവരോടൊന്ന് ചോദിച്ചു. അപ്പൊ ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ ഇപ്പൊ പുതിയ വന്നിട്ട് മോഡൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇതൊക്കെ യൂസ്ഡ് അല്ലേ? യൂസ്ഡ് ആണല്ലേ? യൂസർ പീസ് ആണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ റേറ്റുകളാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് ആയിട്ട് കുറഞ്ഞ മോഡൽ ഏതാ? ഏറ്റവും കുറഞ്ഞ മോഡൽ വരുന്നത് ഇപ്പൊ നിലവിലുള്ളത് കുറഞ്ഞതൊക്കെ വരുന്നത് വെച്ചാൽ ഇപ്പൊ 9 രൂപയാണ്. അതിൽ കുറഞ്ഞതുണ്ട് 6500 ലെവലൊക്കെ വരുന്നത്. നല്ല LED ഡിസ്പ്ലേ ഓപ്പോന്റെ LED ഡിസ്പ്ലേ തന്നെ. ഇതിന് 6500 അല്ലേ? 6500 ബോക്സ് ഒക്കെ ഉള്ളതാ. ബോക്സ് പീസ് ആണല്ലേ? F17 മോഡൽ. അപ്പൊ ഇവിടുന്ന് ഒരു സാധനം എടുത്താൽ നിങ്ങൾ വാറന്റി കൊടുക്കും? വാറന്റി കൊടുക്കും. എത്ര കൊടുക്കണം? പ്രീമിയം സെറ്റ് ആണെങ്കിൽ 1 വീക്ക്, അല്ലാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ദിവസം 4-5 ദിവസം 4-5 ദിവസം കൊടുക്കൂലേ? പിന്നെ കൂടുതൽ നമ്മുടെ അടുത്ത് ജസ്റ്റ് ആക്ടിവേഷൻ മോഡൽസ് ആണ് ഉള്ളത്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത മോഡലല്ലേ? ഇതൊക്കെ അങ്ങനെ റേറ്റ് അതൊക്കെ 1 ഇയർ വാറന്റി ഒക്കെ ഉള്ളത്. 1 ഇയർ വാറന്റി ഉള്ളത് ഏകദേശം ഇതൊക്കെ 60 രൂപന്റെ മേലുള്ള സെറ്റ് ആണ്. 60 രൂപ ലെവൽ വരുന്നുണ്ട്. ഇതൊക്കെ 50 രൂപ താഴത്തേക്ക് നമുക്ക് കൊടുക്കാം. 50 രൂപ താഴത്ത് കൊടുക്കാം. ജസ്റ്റ് 1 ദിവസം 2 ദിവസം ആക്ടിവേഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ V60 V50 ഒക്കെ മോഡൽ ഉണ്ട്. X200 Pro ഉണ്ട്. 60 512GB ആണ്. 60 കുറച്ച് കൊടുക്കാം നമുക്ക്. കുറച്ച് കൊടുക്കാൻ പറ്റില്ലേ? വീഡിയോ കണ്ടിട്ട് വരുന്ന നമുക്ക് കുറച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പോന്റെ 13 Pro അല്ലേ? 13X അല്ലേ? 5G സെറ്റ്. ഇത് A13X എന്ന് പറയുന്നത് 12500 ഉള്ളിൽ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനി ഉണ്ട്. ഈ A36 സാംസങ്ങിന്റെ A36 36 രൂപ വരുന്നതാണ്. അത് നമുക്കൊരു 23-24 രൂപ കൊടുക്കാം. 23-24 കൊടുക്കാം. സീൽഡ് പീസ് ആണല്ലേ? ഇത് ജസ്റ്റ് ആക്ടിവേഷൻ ആവും. 1 ദിവസം 2 ദിവസമൊക്കെ ആക്ടിവേഷൻ ഉണ്ടാവും. ആക്ടിവേഷൻ ഉണ്ടാവില്ലേ? ഇതാ ആക്ടിവേഷൻ ആയ സാധനം. ഒന്നും ഉപയോഗിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് ചെറിയ പ്രൈസിൽ കൊടുത്തായിരിക്കും. 36 രൂപ മുതലാണ്. 36 രൂപ മുതൽ ഇപ്പൊ നമുക്ക് സ്റ്റിക്കറും കൂടി ചെയ്തിട്ടുണ്ടാവില്ല തന്നെ. ഇതൊക്കെ ഒരു 24 രൂപ ലെവലൊക്കെ കൊടുക്കാം. 24 രൂപ ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാറ്റില്ലേ? ബാക്കിലായിട്ട് കാണണേ അത് നത്തിങ്ങിന്റെ CMF 2 Pro എന്ന് പറഞ്ഞ മോഡലാണ്. നത്തിങ്ങിന്റെ ഫോണാണല്ലോ ഇപ്പൊ വന്നിട്ടുള്ളത്. പുതിയ മോഡലാണ്. 21 രൂപ ഓൺലൈനിൽ വരുന്നത്. നമുക്ക് 20 രൂപ 19 21 രൂപ നമുക്ക് 19-20 കൊടുക്കാറ്റില്ലേ? കുറച്ചുകൂടെ ഫ്രഷ് പൊട്ടിക്കാത്ത സാധനങ്ങളൊക്കെ. ഫ്രഷ് പൊട്ടിക്കാത്ത അത് ബോക്സ് ആണ്. ഫ്രഷ് പൊട്ടിക്കാത്താണ്. ഇതാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 20 സെയിൽ ചെയ്യാന്ന് പറ്റുന്നു. ഇനി നമുക്ക് ഇവിടെ നോക്കല്ലേ? ഇവിടെ ഇപ്പൊ ഈ ഒരു ഗൂഗിളിന്റെ വന്നിട്ട് പിക്സൽ മോഡലാണ്. ഇത് 14 രൂപ പിക്സൽ 6 ആണ്. പിക്സൽ 6 ആണെങ്കിൽ നമുക്കൊരു 14 രൂപ തരൂല്ലേ? 14 രൂപക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അതിന്റെ ബ്ലാക്ക് ഉണ്ട്. 15 രൂപ. അതിന്റെ ബ്ലാക്ക് ആണെങ്കിൽ ഏകദേശം 15 രൂപ വരും ആണോ? ഏറ്റവും വില കുറഞ്ഞ രീതിയിലാണ് എല്ലാം സെയിൽ ചെയ്യുന്നോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോട്ടറോളന്റെ ഈ ഒരു സെറ്റപ്പ് എത്രയാണ്? മോട്ടറോളിന്റെ അത് വരുന്നത് 13,500 കൊടുക്കാം. 13,500 പിന്നെ അതുപോലെ തന്നെ പ്രീമിയം, അതായത് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ മാതിരി പഴയ മോഡൽ S10 എന്ന് പറഞ്ഞ മോഡൽ
ഇന്നിപ്പോ എവിടെയും കിട്ടൂലേ കാരണം ഇതോടെ ഇത് എത്ര വന്നിട്ടുള്ളത്? ഇതൊരു 9 റുപ്യ കൊടുക്കാം. 9 റുപ്യക്ക് വെറും 9,000 റുപ്യക്ക് കൊടുക്കാറ്റില്ലേ? ആ നല്ല സെറ്റാണ്. ആ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല നിലവില്. നമ്മള് ഇതിന്റെ ഓരോ റേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചടിച്ച് പറഞ്ഞാലോ? ഓക്കെ. ഇതിപ്പോ ഡെലിവറി അയച്ചു കൊടുക്കാം നിങ്ങള്? കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കാം. അത് ഏത് മോഡൽ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഏത് മോഡലാണെങ്കിൽ ഇപ്പൊ എടുക്കണമെങ്കിൽ അയച്ചു തരും. അപ്പൊ ഇതിന്റെ മോഡൽ റേറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഇതൊക്കെ ഒരു 14 റുപ്യ റെനോ 6 Pro എന്ന മോഡൽ. പിന്നെ റെനോ 7 Pro ഉണ്ട് 13 12 GB 256. പിന്നെ 12 GB 266 അല്ലേ? 256. പിന്നെ OnePlus 10T എന്ന മോഡൽ ഉണ്ട്. അത് 20 റുപ്യ കൊടുക്കുക. 20 റുപ്യക്ക്. പിന്നെ വിവോന്റെ T3 Ultra എന്ന മോഡൽ ഉണ്ട്. നല്ല മോഡലാണ്. ഇതിപ്പോ എത്രയാണ് കൊടുക്കുക? ഇത് 24 റുപ്യ കൊടുക്കാം. 24 കൊടുക്കാം. 256 ആട്ടാ. പിന്നെ അതുപോലെ മോട്ടോറിന്റെ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറഞ്ഞ മോഡൽ 15 ഫ്യൂഷൻ പറഞ്ഞ മോഡൽ അല്ലേ? 15 റുപ്യക്ക്. പിന്നെ അതുപോലെ തന്നെ ഓപ്പോന്റെ പോക്കോന്റെ F6 F5 അതൊക്കെ 15-16 റുപ്യ ലെവല്. 15-16 ആ റേഞ്ചിൽ കൊടുക്കാം. പിന്നെ ഐഫോൺ ഇപ്പൊ എത്രയാണ് കൊടുക്കാം? X ഇത് ഒരു 7,500 ലാസ്റ്റ് കൊടുക്കാം. XS ആണെങ്കിൽ നമുക്ക് 7,500 കൊടുക്കല്ലേ? ഐഫോൺ വേണ്ടവർക്ക് ഐഫോൺ ഉണ്ട് കേട്ടോ. പിന്നെ മോട്ടറോള വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ റേറ്റിൽ 13,500 ലെവലിൽ കൊടുക്കാം. 13,500 റേഞ്ചിൽ കൊടുക്കാം. പിന്നെ ഇവിടെ ഈ വിവോ അങ്ങനെ വിവോ അത് 18,500 കൊടുക്കാം. 18,500 അല്ലേ? ബോക്സ് ഒക്കെ ഉള്ള ബോക്സ് ഉള്ള മോഡലാണല്ലേ? ഫുൾ കിറ്റ് ആണ്. പിന്നെ ഐഫോൺ വന്നിട്ടുണ്ട്. ഐഫോൺ 30 27 ഉണ്ട് 25 ഉണ്ട്. 27 ഉണ്ട് 25 ഉണ്ട് ഒക്കെ ഉണ്ടല്ലേ? 14 Pro Max 50 റുപ്യ താഴത്ത് കയറ്റി വരും. 50 രൂപന്റെ താഴത്ത് കയറ്റി വരൂല്ലേ? ഇതിപ്പോ നോക്കുകയാണെങ്കിൽ 50 രൂപന്റെ താഴത്ത് കയറ്റി വരും. 16 Pro Max 87 റുപ്യ 87 രൂപക്ക് കൊടുക്കാറ്റില്ലേ? 16 Pro Max ഈ മാസം 29 തീയതി വരെ വാറന്റി ഉണ്ടാവും. ഈ മാസം 29 തീയതി വരെ വാറന്റി ബാലൻസ് ഉള്ളതാണല്ലേ? ഒരു ബോക്സ് അടക്കി ചാർജർ കേബിളൊക്കെ ഉണ്ട്. ഫുൾ കിറ്റ്. പിന്നെ S25 Ultra ഉണ്ട്. അതാണെങ്കിൽ 82 റുപ്യ കൊടുക്കാം. 82 രൂപ കൊടുക്കാം. അത് ജസ്റ്റ് അറ്റേഷനിൽ വന്ന പീസാട്ടാ. പിന്നെ 15 പ്ലസ് 15 പ്ലസ് അങ്ങനെ മേലോട്ട് ഇങ്ങനെ പോട്ടതാ. ഇവിടെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഒരു മിനിറ്റ്. ഇതിപ്പോ ഇതിന് 12 Pro വരുന്നുണ്ട്. 13 512 വരുന്നുണ്ട്. അതാണെങ്കിൽ 35 റുപ്യ. 35 റുപ്യക്ക്. പിന്നെ 12 Pro വാറന്റി ബാലൻസ് ആണോ? അത് വാറന്റി കഴിഞ്ഞാണ്. ഇതൊക്കെ വാറന്റി കഴിഞ്ഞാണ്. 1 വീക്ക് വാറന്റി കൊടുക്കാം. ചെക്കിംഗ് വാറന്റി. ചെക്കിംഗ് വാറന്റി മാത്രമേ കൊടുക്കാറ്റുള്ളൂ അല്ലേ? 13 ഉണ്ട് 26 റുപ്യ. 26 അല്ലേ? 26. പിന്നെ S23 Ultra ഉണ്ട്. സാംസങ്ങിന്റെ 512 GB. അത് 512 GB ആണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 44 റുപ്യ കൊടുക്കാം. 44 രൂപ കൊടുക്കാറ്റില്ലേ? പിന്നെ ഈ ഒരുപാട് ഫോൺ ആണെങ്കിൽ ആക്സസറീസ് ആണെങ്കിലൊക്കെ ഇവിടെ കിട്ടും. ഒരുപാട് ആക്സസറീസ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നത്തിങ്ങിന്റെ 2 പറഞ്ഞ മോഡൽ. ഇതിന്റെ റേറ്റ് എത്ര? ഇത് ഒരു 19,500 കൊടുക്കാം. പിന്നെ സെവൻ പ്ലസ് ഒക്കെ ഉണ്ട്. 7 പ്ലസ് ഇത് എത്ര? 6 റുപ്യ കൊടുക്കാം. 6,000 രൂപ കൊടുക്കല്ലേ? പിന്നെ S23 ഐറ്റംസ് ഉണ്ട്. S24 Ultra ഉണ്ട്. ഇത് 55 റുപ്യ. 55 റുപ്യ ആ റേഞ്ചിൽ വരില്ലേ? പിന്നെ ബൈജൂസിന്റെ ടാബ് കാര്യങ്ങളൊക്കെ ഉള്ള. ഇത് 8 പോട്ടെ. സ്റ്റിക്കർ വലിച്ചാ പോവാ. അത്